ആദ്യ മത്സരത്തിൽ ആരും ലോകകപ്പ് നേടിയിട്ടില്ല. കാർലോ ആഞ്ചലോട്ടി ഇങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ആ വാക്കുകളിൽ ദീർഘവീക്ഷണത്തിന്റെ ഒരു വലിയ ചരിത്രമുണ്ടാകും. കാരണം അയാൾക്ക് മുന്നിൽ ഫുട്ബോൾ ലോകം അത്രമേൽ തുറന്നു കിടന്നിട്ടുണ്ട്. ആ അനുഭവ സമ്പത്ത് ചെറുതല്ല. പക്ഷേ ബ്രസീലിന്റെ ഈ ആദ്യ കളി വിലയിരുത്തുമ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കെങ്കിൽ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ പോലും ടീം പെടാപ്പാടുപെടുമെന്ന് ആരാധകർ ഭയപ്പെടുന്നു. ലോക രാജാക്കന്മാരിൽ നിന്ന് ഇതല്ല ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തുടർച്ചയായ വീഴ്ചകളുടെ കനലുകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അബിയുടെ പിള്ളേരെ ഭയക്കണമെന്ന് മുൻപേ പറഞ്ഞതാണ്. കനത്ത പ്രതിരോധവും വേഗതയേറിയ നീക്കങ്ങളും. പക്ഷേ ബ്രസീലിന്റെ ഭാഗത്തു നിന്ന് ഇതിലും മികച്ചൊരു ഫോം ഉണ്ടായേ തീരൂ. മൈതാനത്തിലുടനീളം ഓടി നടന്ന് കളിമെനയുന്ന വിനീഷ്യസ് ജൂനിയറിന് എടുത്തു പറയാതിരിക്കാനാവില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദൂരത്തിൽ ഒരൊറ്റ വിനീഷ്യസ് മാത്രം പോരല്ലോ. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മൊറോക്കോയുടെ ആ ഗോൾ വരുന്നത് സൈബാരിയിലൂടെയാണ്. എത്ര വേഗത്തിലുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു അത്. ബ്രസീൽ പ്രതിരോധത്തിന്റെ ഒരു സമ്മർദ്ദവുമില്ലാതെ അലിസണെ മറികടന്ന് പന്ത് കൃത്യമായി ഗോൾ വലയിലേക്ക് കയറി. ബ്രസീലിന്റെ പ്രതിരോധത്തിലും മധ്യനിരയിലുമുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മൊറോക്കോയുടെ പ്രതിരോധവും മധ്യനിരയും സൂക്ഷ്മമായി വിലയിരുത്തണം. അത്രയേറെ വേഗതയും കൃത്യതയുമായിരുന്നു അവരുടെ കളിയിൽ. പന്ത് തിരിച്ചു പിടിക്കുന്നതിലും മൈതാന മധ്യത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടെ കളി മെനയുന്നതിലും മൊറോക്കോയുടെ 18-കാരൻ താരം ബൗദി വിസ്മയിപ്പിച്ചു. മൊറോക്കോയുടെ വിങ്ങുകൾ രണ്ടു വശത്തും ശക്തമായിരുന്നു. എന്നാൽ ബ്രസീലിന്റെ കാര്യത്തിൽ ഇടതുവശത്ത് വിനീഷ്യസിലേക്ക് പന്തെത്തുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒരു മാജിക് സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പിച്ചു. ആ മാജിക്കിന്റെ ഫലമായിരുന്നു കളിയുടെ 32-ാം മിനിറ്റിൽ പിറന്ന ബ്രസീലിന്റെ ആ മറുപടി ഗോൾ. രണ്ടാം പകുതിയിൽ ബ്രസീൽ കൂടുതൽ മികച്ച കളി പുറത്തെടുത്തെങ്കിലും മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയെ മറികടക്കാൻ അവർക്കായില്ല. കഴിഞ്ഞ ലോകകപ്പിലും നമ്മൾ നെഞ്ചിലേക്കിയതാണല്ലോ മൊറോക്കോയുടെ ആ ഹിമാലയൻ കണക്കെയുള്ള ഗോൾ കീപ്പറെ. ആദ്യ പകുതിയിൽ ഇരട്ടപ്പൂട്ടിട്ട പോലെയായിരുന്നു റഫീഞ്ഞയുടെ അവസ്ഥ. എന്നാൽ രണ്ടാം പകുതിയിൽ റഫീഞ്ഞയ്ക്ക് കൂടുതൽ മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും അവ ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ കളിയിലുടനീളം ബ്രസീലിന്റെ ആധിപത്യം തന്നെയായിരുന്നു. പക്ഷേ മൊറോക്കൻ പ്രതിരോധത്തിന്റെ കോട്ട തകർക്കാൻ അവർക്ക് സാധിച്ചില്ല. മത്സരം സമനിലയിൽ അവസാനിച്ചത് ബ്രസീലിന് താൽക്കാലികമായി ആശ്വാസം നൽകുമെങ്കിലും ടീമിന്റെ ഫോമിനെ കുറിച്ചുള്ള സംശയങ്ങൾ ആരാധകരുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. ലോക ജേതാക്കൾക്ക് ആ കനക കിരീടത്തിലേക്ക് എത്താൻ ഈ കളി ഒട്ടും പോരാ. നെയ്മർ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും ബ്രസീലിനാവില്ല. അയാളുടെ അഭാവത്തിൽ നിരാശ ഉണ്ടെങ്കിലും ബ്രസീൽ അയാളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകേണ്ട ഒരു ടീമല്ല. പ്രതാപവും പ്രൗഢിയും പാരമ്പര്യവും പ്രാപ്തിയും വേണ്ടുവോളമുള്ള ടീമാണത്. മൈതാനത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടെ കളിമെനയാൻ അവർക്ക് ഇനിയും സാധിക്കേണ്ടതുണ്ട്. ആ ദീർഘവീക്ഷണം ആഞ്ചലോട്ടിക്ക് ഉണ്ടാകും എന്ന് തന്നെ പ്രത്യാശിക്കാം.